ഇന്ത്യയിലെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കം. നിർമ്മിത ബുദ്ധി സേവനങ്ങളിൽ കേരളം രാജ്യത്ത് മുൻപന്തിയിലെത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. യുകെയിലെ എഡിൻബറോ സർവകലാശാല കേരളത്തിൽ നിർമ്മിത ബുദ്ധി കേന്ദ്രം സ്ഥാപിക്കും. വിവിധ സാങ്കേതിക മേഖലകളിലെ വിദഗ്ധരും വിദ്യാർത്ഥികളുമാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ആഗോള IT കമ്പനിയായ IBMുമായി ചേർന്ന് നടത്തുന്ന കോൺക്ലേവ് കേരളത്തെ ലോകശ്രദ്ധയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം മലയാളത്തെ മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തലും. Many LLMs currently struggle with Malayalam. LLMs to understand and use Malayalam better, ensuring that everyone benefits from these technologies and that our language is preserved in the digital age. നിർമ്മിത ബുദ്ധി തൊഴിൽ ഇല്ലാതാക്കുകയല്ല, പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കേരളത്തിന്റെയും പ്രത്യേകിച്ച് കൊച്ചിയുടെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമെന്ന് IBM വാഗ്ദാനം ചെയ്തു. One of the slogan that we started is like, how can we create products made in Kochi that can be run all over the world? ഡിജിറ്റൽ സർവകലാശാലയിൽ നിർമ്മിത ബുദ്ധി കേന്ദ്രം സ്ഥാപിക്കാൻ യുകെയിലെ എഡിൻബറോ സർവകലാശാലയിലെ അലൻ ട്യൂറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കരാർ ഒപ്പിട്ടു. നാസയിലെ ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് സ്മിത്ത്, സെവിയ ഫുട്ബോൾ അക്കാദമി ഡാറ്റാ വിഭാഗം മേധാവി ഡോക്ടർ ഏലിയാസ് സമോറ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി തുടങ്ങിയവർ സംസാരിച്ചു. 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ രാജ്യത്തെ ആദ്യ ചുവടുവെക്കാനായതിൽ കേരളത്തിന് അഭിമാനിക്കാം. അതോടൊപ്പം പണ്ട് പല സാങ്കേതികതയോടും പുറംതിരിഞ്ഞു നിന്നതിൻ്റെ സങ്കടം തീർക്കുകയും ചെയ്യാം. ബിബി തടത്തിനൊപ്പം മുഹമ്മദ് നൗഫൽ, മീഡിയ 1, കൊച്ചി.